ഈ വീഡിയോ +2 പരീക്ഷ കഴിഞ്ഞ് ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ളതാണ്. സ്കിപ്പ് ചെയ്യാതെ കാണണം. നമസ്കാരം, ഞാൻ MK തോമസ്. നമുക്ക് നേരത്തെ ഒരു ചാനലുണ്ടായിരുന്നു, അത് ചെറിയൊരു നിയമപ്രശ്നമൊക്കെ ആയിട്ട് കോടതിയിലായിരുന്നു. അതിൻ്റെ കഴിഞ്ഞു. അത് വളരെ താമസിയാതെ ലൈവിലാകും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾ ഒരുപാട് പേർക്ക് ഇപ്പം ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. രാവിലെ അശ്വതി വിളിച്ചിട്ട് എന്താ പറയുന്ന ഒന്ന് കേട്ടേ. കൂടുതലാണ്. കാരണം നേരത്തെ അഡ്മിഷൻ എടുക്കണം. കാരണം നേരത്തെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും നേരത്തെ അഡ്മിഷൻ എടുക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഓരോ കോളേജിൽ ഇത്ര സീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 60 സീറ്റാണ് ഒരു കോളേജിലെങ്കിൽ അതും കഴിഞ്ഞ് വരുന്ന പിള്ളേർ ഇവരങ്ങ് എടുക്കും. ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന പിള്ളേർക്ക് INC KNC സർട്ടിഫിക്കറ്റ് പഠിച്ച് കഴിയുമ്പം INC KNC ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ INC KNC സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ല പഠിച്ച് കഴിഞ്ഞ് കിട്ടുന്നത്. പിന്നെ ലാസ്റ്റ് സമയത്ത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും പന്ന കോളേജായിരിക്കും കിട്ടുന്നത്. നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തിടാൻ പറ്റും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മോളെത്രയാണ്, വീട്ടിൽ എത്ര ഫീസ് സ്ട്രക്ചർ വരെയുള്ള കോളേജസാണ് നോക്കുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ അയച്ചിടാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഞാൻ അയക്കുന്ന കോളേജിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തിടാൻ പറ്റും. ബുക്ക് ചെയ്തിടുന്ന ഫണ്ട് കോളേജിൽ നിന്നും തിരിച്ച് കിട്ടില്ല. രാവിലത്തെ ഫോൺ അങ്ങനെയായി. തൊട്ടു പുറകെ അഗസ്റ്റിൻ വിളിച്ചിട്ട്, ഹലോ, അഡ്മിഷൻ ഓഫീസറാണ് വിളിക്കുന്നത്, എത്രയും വേഗം അഡ്മിഷൻ എടുക്കണം, ഇല്ലേ സീറ്റ് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കോളേജിൻ്റെ പരസ്യം ഇട്ട് തന്നു. ആദ്യത്തെ വർഷം 2.5 ലക്ഷം രൂപ, രണ്ടാം വർഷം 1,70,000, മൂന്നാം വർഷം 1,70,000, നാലാം വർഷം 1,70,000, അങ്ങനെ 7 ലക്ഷം രൂപ മിച്ചം പാക്കേജ്. രണ്ടാമത്തെ ഫോണെ കൺഫ്യൂഷനായി ഇല്ലേ. തൊട്ടു പുറകെ വിപിൻ വിളിക്കുക, ഞങ്ങളുടെ കോളേജിൽ എല്ലാ സംവിധാനവും ഉണ്ട്, 5,75,000 രൂപയെ പാക്കേജ് ഉള്ളൂ. അതും 2 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുണ്ട്, ക്ലിനിക്കൽ സൗകര്യം, കേരള ഭക്ഷണമൊക്കെ ഉണ്ട്. ആദ്യം പറഞ്ഞ കോളേജ് 7,70,000 പറഞ്ഞ കോളേജ് ഏതാണ്ട് 1,500-2,000 ബെഡുള്ള ആശുപത്രിയാണ്. അവിടെ താമസവും ഭക്ഷണം എല്ലാം കൂടെ വേറെ കൊടുക്കണം. അതെല്ലാം കൂടെ 10-11 ലക്ഷം രൂപ വരും. 15 ലക്ഷം രൂപ. ഈ മൂന്നാമത് വന്ന കോളിനകത്ത് പറയുന്നത് 5.25 ലക്ഷം രൂപ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? ഇതെല്ലാം ഈ പറയുന്ന എന്ത് മണ്ടാങ്കട്ട നിയമത്തിന്റെ പേരിൽ അവരിങ്ങനെ പറയുന്നത് നിങ്ങൾക്കറിയാവോ? ഈ ഫീസൊക്കെ നിശ്ചയിക്കാനായിട്ട് ഒരു റെഗുലേറ്ററി കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കും അവരുടേതായ സ്വന്തം തീരുമാനപ്രകാരമോ ഇഷ്ടപ്രകാരമോ ഒരിടത്തും ഒരു സ്ഥാപനത്തിനും ഫീസ് ഈടാക്കാൻ സാധ്യമല്ല. റെഗുലേറ്ററി ബോഡീസിന്റെ, സർക്കാരിന്റെ, UGCയുടെ ഒക്കെ നിയമങ്ങളാണത്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ആയോ? നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും? ഒരിടത്ത് പറയുന്നു അഡ്മിഷൻ ആദ്യം എടുക്കണം, എടുത്തിട്ട് പ്രീ ബുക്കിംഗ് അടയ്ക്കുന്ന പൈസ പിന്നീട് തിരിച്ച് കിട്ടത്തില്ല. രണ്ടാമത്തെ ആൾ പറയുന്നു ഞങ്ങളുടെ 2,000 ബെഡുള്ള ഹോസ്പിറ്റലാണ്, ക്ലിനിക്കൽ സൗകര്യമുണ്ട്, അതുകൊണ്ട് ഇത്രയാണ് ഫീസ്. ആദ്യത്തെ വർഷം കൂടുതൽ, രണ്ടാം വർഷം കുറവ്. അതങ്ങനെ നിൽക്കുമ്പോഴാണ് മൂന്നാമത് വേറൊരു പാർട്ടി വിളിച്ചിട്ട് പറയുന്നു ഞങ്ങൾക്ക് 5.25 ലക്ഷം രൂപ മൊത്തം പാക്കേജ് ഉള്ളൂ, ഞങ്ങൾക്ക് 2 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. കൺഫ്യൂഷനായ രക്ഷിതാക്കളെ, കൺഫ്യൂഷനായ കുട്ടികളെ, നിങ്ങൾ എങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങൾ ആദ്യം ഈ അതോറിറ്റീസിൻ്റെ നിയമങ്ങളും കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനമായിട്ടുള്ള ബോധം ഉണ്ടാകണം, മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഒരു കോളേജ് ചേർന്ന് കഴിഞ്ഞു, ആ ഒരു നിശ്ചിത സമയത്തിനകത്ത് അഡ്മിഷൻ റദ്ദ് ചെയ്താൽ എനിക്ക് പണം മടക്കി കിട്ടുമോ, എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ പിടിച്ചു വെക്കുമോ എന്നൊക്കെയുള്ള ആകുലതകളൊക്കെ ഇല്ലേ? നിങ്ങൾ ഈ ആര് വഴി എങ്ങനെയേ നിങ്ങൾ അഡ്മിഷൻ എടുത്തോ, ഒരു കുഴപ്പവുമില്ല. 100 കണക്കിന് യൂട്യൂബർമാരുണ്ട്, നിങ്ങൾ ആ പല കോളേജിലും കൊണ്ട് കാണിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ അടിസ്ഥാനമായ ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. എന്തിനാണെന്നറിയാമോ? ഭാവിയിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ അത് പരിഹരിക്കാൻ ഇപ്പോഴേ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, താല്പര്യമുള്ളവർ, മക്കളുടെ ഭാവിയിൽ ആശങ്കയുള്ളവർ, അവരെ നല്ല രീതിയിൽ അയൽ സംസ്ഥാനത്തെയായിട്ട് പഠിക്കാൻ അയച്ചു വിട്ടിട്ട് ഒരു 4 വർഷമോ 3 വർഷമോ 4 വർഷമോ ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സിൽ ആദ്യം എടുക്കണം എന്ന് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണണ്ട. മറ്റുള്ളവർ സമാധാനപരമായി അവരും മക്കൾ പഠിക്കുന്നു, ഇവിടെ നമുക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഒരു കാര്യം ചെയ്തു.
ഏപ്രിൽ 10-ാം തീയതി ഞാൻ ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നുണ്ട്. ഒന്ന് പങ്കെടുത്തു. സന്ധ്യയ്ക്ക് 7 മണിക്ക് നമ്മൾ ഇലക്ഷൻ ഓട്ടൊക്കെ ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ്. ഒന്ന് പങ്കെടുത്തു, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക. കൂടുതൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശകലനവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.